ബലൂച്ചികൾക്ക് ഓഗസ്റ്റ് 11 വളരെ പ്രധാനപ്പെട്ട ചരിത്ര ദിവസമാണ്. അടിച്ചമർത്തലുകളുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ബലൂച്ച് ഗ്രൂപ്പുകൾ പരസ്യമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ദിവസമാണ് അന്ന്. പാകിസ്ഥാൻ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഈ വമ്പൻ പ്രഖ്യാപനം ബലൂച്ചികൾ നടത്തുമ്പോൾ ഇവിടെ ഈ പ്രഖ്യാപനത്തോട് പാക് ഭരണകൂടമാകട്ടെ മൗനം പാലിച്ചിരിക്കുകയാണ്. ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢ നീക്കമുണ്ടോ എന്നതാണ് ഇവിടെ വ്യക്തത വരാതിരിക്കുന്നത്. മാത്രമല്ല, സൈനിക മേധാവി അസീം മുനീറിന്റെയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും മൗനത്തിന് പിന്നിൽ വളരെയധികം നിഗൂഢത നിറഞ്ഞ ഗൂഢലക്ഷ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. അതായത് ഈ ആഘോഷം പൊളിക്കാനുള്ള കുതന്ത്രങ്ങൾ ഇവർ മെനയുകയാണ് ഇത്തരത്തിൽ മൗനം പാലിക്കുന്നതിലൂടെ എന്നതാണ് ഇവിടെ എടുത്തു പറയുന്ന ചില വിലയിരുത്തലുകൾ. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ ദീർഘകാലമായി തന്നെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സായുധ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സ്വതന്ത്ര ബലൂചിസ്ഥാനെ അനുകൂലിക്കുന്ന പ്രചരണങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഈ നീക്കം. എന്നാൽ വിഷയത്തിൽ ഇതുവരെ പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാവുകയാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന നിലപാടാണ് ഇസ്ലാമാബാദ് വർഷങ്ങളായി തന്നെ ആവർത്തിക്കുന്നത്. വേർപിരിയാൻ ആവശ്യങ്ങൾക്കും അവിടെ വലിയ രീതിയിൽ സ്വതന്ത്ര പ്രഖ്യാപനങ്ങൾക്കും പാകിസ്ഥാൻ മുൻപ് ശക്തമായ മറുപടികളാണ് നൽകിയിരുന്നത്. എന്നിരുന്നാൽ പോലും ഇത്തവണത്തെ പൊതുവേദിയിൽ പ്രതികരിക്കാതെ തന്നെ മൗനം പാലിക്കുന്നതിന് പിന്നിൽ തന്ത്രപരമായ കണക്കുകൂട്ടലുകൾ ഉണ്ട് എന്നത് തന്നെയാണ്. ഈ വിഷയത്തിന് കൂടുതൽ പ്രചാരം ലഭിക്കാതിരിക്കാനാണ് പാകിസ്ഥാൻ രഹസ്യ പ്രതികരണം ഒഴിവാക്കിയത് എന്നതാണ് വിലയിരുത്തൽ. ഔദ്യോഗിക പ്രതികരണം വന്നാൽ വിഷയം കൂടുതൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയും ബലൂച്ച് പ്രസ്ഥാനത്തിന് അധിക പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുമെന്ന ആശങ്ക ഇവിടെ ഇസ്ലാമാബാദിനുണ്ടാകാം. കൂടാതെ തന്നെ പ്രഖ്യാപനം നടത്തിയ സംഘത്തെ ബലൂച്ച് ജനതയുടെ നിയമാനുസൃത പ്രതിനിധികളായി തന്നെ അംഗീകരിക്കാതിരിക്കുന്നതിലും പ്രതികരണം ഒഴിവാക്കുന്നുവെന്ന വിലയിരുത്തലും ഇവിടെയുണ്ട്. അതേസമയം ബലൂചിസ്ഥാൻ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം എന്താകുമെന്നതാണ് ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിദേശ സർക്കാരുകളുടെയോ അന്താരാഷ്ട്ര സംഘടനകളുടെയോ നിലപാട് വ്യക്തമായ ശേഷം മാത്രമേ ഇസ്ലാമാബാദ് തുറന്നൊരു പ്രതികരണം നടത്തൂ എന്നതാണ് സൂചന. എന്നാൽ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ മൗനം ബലൂചിസ്ഥാൻ വിഷയത്തിൽ നിലപാട് മാറിയോ എന്ന അല്ലെങ്കിൽ വേർപിരിയൽ ആവശ്യങ്ങളോ അംഗീകരിച്ചോ എന്ന രീതിയിൽ അതിനെ അർത്ഥമാക്കുന്നില്ല. നിലവിൽ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് കാത്തിരുന്ന് കാണുക എന്ന ആശയവിനിമയ തന്ത്രമാണ് ഇസ്ലാമാബാദ് സ്വീകരിക്കുന്നത് എന്നതാണ് വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇനി ബലൂചിസ്ഥാനിൽ ശക്തമായ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? ഓഗസ്റ്റ് 11 എന്ന് പറയുന്ന ദിവസം ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആയതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധാപൂർവം തന്നെയാണ് ബലൂച്ചികളാകട്ടെ ഓരോ ചുവടും വെക്കുന്നത്. പാകിസ്ഥാന്റെ നീക്കങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവർ ബാക്കിയുള്ള ആഘോഷ പരിപാടികൾ ഇവിടെ അതിനായി തന്നെയുള്ള ആഘോഷ പരിപാടികൾക്കായുള്ള കാര്യങ്ങൾ അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല, അസീം മുനീർ ആകട്ടെ വളരെയധികം കൺകെട്ട് വിദ്യയുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ആയതിനാൽ തന്നെ മറഞ്ഞിരുന്നുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ബലൂചിസ്ഥാനിലേക്ക് ഒരു മിസൈലോ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണമോ ഉണ്ടാകാമോ എന്ന് അവർ തന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.